ആഗ്രഹങ്ങളെ പിടിച്ചു നിർത്തുകയല്ല, ആഗ്രഹങ്ങൾക്ക് കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയാണ്. എന്നുവെച്ചാൽ ആഗ്രഹങ്ങൾക്ക് കാരണം, അതായത് ഗ്രാവിറ്റിയും സ്പേസും തമ്മിലുള്ള ഇക്വിലിബ്രിയം കൊണ്ടുവരികയാണ്. കാരണം എന്താണ് എൻ്റെ ഡിസയറിന് കാരണം? ഡിസയർ ഇപ്പോൾ ആഗ്രഹം, ആ ഒരു അട്രാക്ഷൻ ഭയങ്കര സ്ട്രോങ് ആണ്, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ ആ അട്രാക്ഷൻ ഭയങ്കര, എനിക്ക് ഇത് സാധിക്കണം, വാശിയായിപ്പോയി. മനസ്സിലായി? വാശിയാണ്, പക്ഷെ ഒരിക്കലും അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ കാരണം ആ ഗ്രാവിറ്റി എക്സസ് ആയിപ്പോയി. അപ്പോൾ ബലം പിടുത്തം ഉണ്ടാകും, ഒരിക്കലും നടപ്പിലാകാൻ പോകുന്നില്ല. ഇനി അതേപോലെ നേരെ ഓപ്പോസിറ്റ് സ്പേസിലൂടെ, എനിക്കറിയാം എൻ്റെ ഡിസയറല്ല, എനിക്കറിയാം സ്വപ്നമായിപ്പോയി. എന്തു പറ്റി? അവിടെ സ്വപ്നമായിപ്പോയി, ഭയങ്കര സ്വപ്നമാണ്. ഒരിക്കലും ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ അപ്പോഴും പറ്റത്തില്ല. ആഗ്രഹങ്ങളുണ്ട്, ഭയങ്കര സ്വപ്നജീവിയാണ്. മറ്റേത് സ്വപ്നമില്ല, എൻ്റെ ആഗ്രഹം ഒന്ന് മാത്രമാണ്, എൻ്റെ ആഗ്രഹം ഒന്ന് മാത്രമാണ്. അവിടെ ബലം പിടിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. പക്ഷെ നടപ്പിലാക്കാൻ പറ്റത്തില്ല. എന്താണ്? ആ കോൺട്രാക്ഷൻ്റെ ഭാഗത്താണ് ഇരിക്കുന്നത്. ആ കോൺട്രാക്ഷൻ എക്സ്ട്രീം ലെവലിൽ വർക്ക് ചെയ്യും. അതുകൊണ്ട് എനിക്ക് ഡിസയറുണ്ട്, ഭയങ്കര അടങ്ങാത്ത ഡിസയറാണ്, പക്ഷെ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം സ്പേസ് ഇല്ല. ആവശ്യത്തിന് സ്പേസ് ഉണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നടപ്പിലാകുന്ന ഭാഗം. അത് വേണം, നിർബന്ധമാണ്. ആഗ്രഹങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാതെ എങ്ങനെ ജീവിക്കുക? ആഗ്രഹങ്ങളെ ഇല്ലായ്മ ചെയ്യുകയല്ല, ആഗ്രഹങ്ങളെ നടപ്പിലാക്കുന്നതാണ് ജീവിതം. അപ്പോൾ ആഗ്രഹങ്ങൾ ജനിക്കാനുള്ള കാരണം എന്താണ്? അവിടെയാണ് ജനനം മരണം. ഈ എൻവയോൺമെൻറ്റിൻ്റെ ഏറ്റവും പറയും. ആഗ്രഹങ്ങൾക്ക് വേണ്ടി ശ്രമിക്കും, ഓക്കെ. പക്ഷെ ആഗ്രഹങ്ങൾ ശ്രമിക്കുമ്പോൾ കിട്ടിയില്ല എന്ന് വിചാരിച്ച് നമ്മ അതിൽ വിഷമിക്കേണ്ട എന്നാണ് ഉദ്ദേശം. അല്ലല്ല, ശ്രമിച്ചിട്ട് കിട്ടില്ല. ആദ്യം വേണ്ടത് എന്താണ്? ആദ്യം വൃത്തി വേണം. കാരണം പല ആഗ്രഹങ്ങളുണ്ട്, ഒരുപാട് താല്പര്യങ്ങളുണ്ട്. അതിൽ ഏത് ചെയ്യണം? ഇപ്പോഴും ഞാൻ അഫ്സലിനോട് സംസാരിക്കണം, അതാ പ്രശാന്തിനോട് സംസാരിക്കണം? പ്രശാന്തിനോട് സംസാരിക്കാം. അഫ്സൽ അവിടെ ഇച്ചിരി നേരം മിണ്ടാതിരിക്കട്ടെ, എനിക്ക് കൺഫ്യൂഷൻ. പ്രശാന്താണല്ലോ കുറച്ചുകൂടി നന്നായിട്ട് സംസാരിക്കുന്നത്. അല്ലല്ല, അഫ്സലാണ് നന്നായിട്ട് സംസാരിക്കുന്നത്. എനിക്ക് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ എനിക്ക് എന്നിൽ സ്റ്റെബിലിറ്റി ഇല്ല. ഇപ്പോൾ അഫ്സലുമായിട്ട് സംസാരിക്കുന്നു, ഓക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പ്രശാന്തോട്ട് സംസാരിക്കാം. പ്രശാന്ത് പോകരുതേ. അഫ്സലുമായിട്ട് സംസാരിക്കുകയും വേണം, പ്രശാന്ത് പോവുകയും ചെയ്യരുത്. നോക്കണം, പിന്നെയും പ്രോബ്ലം ആയില്ലേ? ഇന്നിപ്പോൾ അഫ്സലുമായിട്ട് മര്യാദക്ക് സംസാരിക്കാനായിട്ട് പറ്റത്തുമില്ല, പ്രശാന്തിനെ എനിക്ക് കിട്ടുകയും വേണം, അത് നടക്കുന്നുമില്ല. ഭയങ്കര കോംപ്ലിക്കേഷനായി. ഞാൻ അഫ്സലോട്ട് സംസാരിക്കുന്നു, അത് വൃത്തിയായിട്ട് ചെയ്യുക, അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് എക്സിക്യൂട്ട് ചെയ്യുക, വളരെ റെസ്പെക്റ്റ്ഫുള്ളി അഫ്സലിനോട് വളരെ ബഹുമാനത്തോട് സംസാരിക്കുക. അവിടെ ആ ഭാഗം ക്ലിയറായില്ലേ? ആ ഭാഗം ക്ലിയറായി. അത് ക്ലിയറായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ തുടർച്ചയാണ് അടുത്തത് പ്രശാന്തമായിട്ട് സംസാരിക്കുന്നത്. അതും ക്ലിയറായിട്ട് എക്സിക്യൂട്ടഡ് ആകും. അപ്പോഴാണ് നമുക്ക് ഒരാൾ ബഹുമാനിക്കുക, ഒരാൾ എന്താണ് പറയുന്നത് എന്ന് കൃത്യമായിട്ട് കേട്ടു. എനിക്ക് സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അയാൾ പറഞ്ഞത് ഇതാണ് അതാണെന്ന് അസ്യൂം ചെയ്തിട്ട് ഞാൻ അയാളോട് ദേഷ്യപ്പെടുകയാണ്. എന്നുവെച്ചാൽ നമ്മൾ പറയാൻ തുടങ്ങുന്നില്ല, അതിനു മുമ്പ് തന്നെ കുറേ ആൾക്കാർ വന്നിച്ചിങ്ങോട്ട് അടച്ചു പോത്തി കുറേ ഡയലോഗുകളൊക്കെ പറയും. കാരണം അവർക്ക് കേൾവിയില്ല, അവർക്ക് ശാന്തതയില്ല, അവരോട് നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരുടെ ഉള്ളിൽ ഞാനെന്ന് പറഞ്ഞ അവസ്ഥയിൽ പലതും പൊന്തി വന്ന്, എന്നിട്ട് അതൊക്കെ നമ്മൾ പറഞ്ഞതാണെന്ന് അവർ തീരുമാനിക്കുകയാണ്. നമ്മളെന്താണ് കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മളെന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ മാത്രമേ നമ്മൾക്ക് ഈ ക്ലബ് ഹൗസിലൊക്കെ സംസാരിക്കുമ്പോൾ നമ്മളെന്ന് പറഞ്ഞ സ്റ്റേറ്റ് പെർഫെക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യണം. അപ്പോഴാണ് ഒരാൾ എന്താണ് പറയുന്നത് അയാൾക്ക് പോലും അറിയത്തില്ല. അയാൾ പറഞ്ഞ ഭാഗം നമ്മൾ കോട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് അയാൾ ചോദിക്കും. കാരണം അയാൾ അറിയാതെ പറഞ്ഞു പോവുകയാണ്. എന്നുവെച്ചാൽ മൊത്തം കൺഫ്യൂഷനിലാണ്. ഇതാണ് നമ്മൾ വൃത്തിയാക്കിയെടുക്കണം. ഇവിടെയാണ് നമ്മൾ വൃത്തി എന്ന് പറയുന്ന ഭാഗം. എന്നുവെച്ചാൽ കാള വെട്ടെന്ന് പറഞ്ഞ് കയറെടുക്കുന്ന ആൾക്കാരാണ് കൂടുതലും. എന്നുവെച്ചാൽ കാള വെട്ടെന്ന് കേട്ട് കയറെടുക്കും, മനസ്സിലായി? ഉടനെ ഓടുകയാണ്, മനസ്സിലായ? എന്തെങ്കിലും ഒന്ന് കേട്ട മാത്രമേ അവരുടെ ബോഡി റിയാക്ട് ചെയ്യണം. കാരണം എന്താണ്? ചെറുപ്പത്തിൽ ഒരുപാട്
പ്രതിസന്ധികൾ ഉപബോധ മനസ്സിൽ കിടപ്പുണ്ട്. ഇതിൻ്റെ പുറത്ത് പിന്നെയും എന്നുവെച്ചാൽ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ വന്ന് ഇതിങ്ങനെ വല്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റാണ്ടായി. അങ്ങനെ വ്യക്തി അഹങ്കാരിയായി. മനസ്സിലാ, പാവം, എന്നുവെച്ചാൽ കഷ്ടപ്പാടാണ്. എത്രയൊക്കെ ആരൊക്കെ സഹായിച്ചാലും സൊസൈറ്റി എന്താ ചെയ്യുന്നത്? എല്ലാവരെയും സഹായിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്തു വെക്കുന്നു. പക്ഷേ ഈ സഹായം ഒരു വ്യക്തിയിലും മൂല്യത്തെ ഉണർത്തുന്ന ഭാഗത്തോട്ട് എത്തിക്കുന്നില്ലെന്ന് ആരും വകവെക്കുന്നില്ല. കാരണം എല്ലാവരും ഇതുപോലെ പ്രശ്നത്തിലായിരിക്കുന്നത്. അവൻ്റെ അടിത്തറയിലോട്ട് അവന് എത്താൻ പറ്റുന്നില്ല. ഈ സഹായം എന്ന് പറയുന്നത് അർഹതപ്പെട്ടതിലേക്ക്, അതായത് ജീവിക്കാൻ പറ്റാതെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് അവർക്കൊന്നും ചെയ്യാൻ അവസ്ഥ, രോഗം ബാധിച്ച് കിടക്കായവർക്ക് സഹായിക്കണം എന്നത് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം അല്ലാത്തവർക്ക് ഈ അന്നം മേടിച്ചു കൊടുത്തിട്ട് ഒരു മടിയനായി മാറും. അല്ല, നമ്മൾ ഇതൊന്നും അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ഇങ്ങനെയൊന്നും അല്ല. എൻ്റെ കാഴ്ചപ്പാടല്ല ഇവിടെ പറയുന്നത്, അത് ഇവിടെയാണ് എൻ്റെ കാഴ്ചപ്പാട്. അതൊരിക്കലും ആരും താങ്കൾ കൊച്ചു ജനിക്കുമ്പോൾ കൊച്ചിന് ശുശ്രൂഷ ഇല്ലെങ്കിൽ കൊച്ചു മരിച്ചു. അതുപോലെ തന്നെയാണ് പല കാര്യങ്ങളും. നമ്മൾ സംസാരിക്കുന്ന അങ്ങനെയല്ല അഫ്സലെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക്. നമ്മൾ കുറേ അനുമാനങ്ങൾ എടുക്കുകയല്ല. കുറേ അനുമാനങ്ങൾ എടുത്തിട്ട് അത് വെച്ച് ജീവിതം ഇങ്ങനെയൊക്കെയാണെന്ന് പറയുന്ന ഭാഗമല്ല, ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെയുള്ള കൊച്ചു ജനിച്ചു ഇങ്ങനെയുള്ള കുറേ സങ്കല്പങ്ങളല്ല ഇവിടെ സംസാരിക്കുന്നത്. ഇവിടെ ഓരോരുത്തരും അനുഭവിച്ചുകൊണ്ടിരിക്കും. സുഹൃത്തെ, നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇങ്ങനെയുള്ള അനുമാനങ്ങളല്ല ഇവിടെ ഡെലിവറി ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് സാധ്യമാകുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയെ സുഹൃത്തെ, നമ്മളതല്ല സംസാരിക്കുന്നത്. സുഹൃത്തെ നമ്മളതല്ല ഇവിടെ പറയുന്നത്, നമ്മളതല്ല ഇവിടെ സംസാരിക്കുന്നത്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണ്, പക്ഷെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അതല്ല. സുഹൃത്ത്, ദയവീത് ഇത് മനസ്സിലാക്ക്. ഞാൻ അപേക്ഷിക്കുകയാണ് നിങ്ങളോട്. പല പ്രാവശ്യം ഞാൻ പറഞ്ഞു, നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞ് നമ്മളിവിടെ സംസാരിക്കുന്നത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളല്ല. അല്ല, നിങ്ങൾ ആ പോയിന്റ്, നമ്മളതല്ല എടുക്കുന്നത്. നമ്മളിവിടെ എന്താണ് എടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക്. അല്ല, നമ്മളത് എടുക്കുന്നില്ല. നമ്മളിവിടെ എടുക്കുന്നത് അതല്ല. ഇത്രയും കാലങ്ങളായിട്ട് നിങ്ങൾക്കിവിടെ എന്താ സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക്. നമ്മുടെ മനസ്സിന്റെ നിയന്ത്രണത്തിലാണ് ശാരീരികമായ ആരോഗ്യം നിലനിർത്തുന്നത്. അപ്പോൾ മനസ്സിനെ നമ്മൾ തൃപ്തരാക്കണം. അല്ല അതല്ല പറയുന്നത്, അതുമല്ല പറയുന്നത്. നിങ്ങളുടെ ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, മനസ്സിൻ്റെ ഭാവമല്ല. ശരീരം വർക്ക് ചെയ്യുന്നു. സുഹൃത്തെ, നിങ്ങളിപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക്. നമ്മൾ രോഗം വരികയും അല്ലെങ്കിൽ അതും ഇതൊന്നും അല്ല പറയുന്ന സുഹൃത്തെ. വളരെ കൃത്യമായിട്ട് ഒരു വ്യക്തി ഞാനെന്ന് പറയുന്ന അവസ്ഥയും നമ്മളെന്ന് പറയുന്ന അവസ്ഥയും ഇത് കണ്ടെത്താതെ നമുക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ ഞാനും നമ്മളും തമ്മിലുള്ള അന്തരം ആദ്യം മനസ്സിലാക്കിയെടുക്കുക. അപ്പോഴേ നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് ആദ്യത്തെ ക്വാളിഫിക്കേഷൻ. അതാണ്. ഇല്ല, വേണ്ട സുഹൃത്തെ, അതൊന്നും വിഷയമല്ല. നിങ്ങൾ ആരും ഇവിടെ ക്വാളിഫിക്കേഷനോ ഡിസ്ക്വാളിഫൈ ചെയ്യാനോ പോകുന്നില്ല. സുഹൃത്തെ ഇതല്ല. സുഹൃത്തെ അഫ്സലെ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു നിങ്ങളോട്, പ്ലീസ് നിങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങളോട് ഞാൻ 10,000 വട്ടം ഞാൻ റിക്വസ്റ്റ് ചെയ്യാം, നിങ്ങളിത് മനസ്സിലാക്ക്. നിങ്ങളൊന്ന് ലിസൺ ചെയ്യും. മനസ്സിലായി? നിങ്ങൾ ലിസൺ ചെയ്യാൻ തയ്യാറാകും. മനസ്സിലായി? നിങ്ങൾ കുറേ കാര്യങ്ങൾ ജഡ്ജ് ചെയ്തിട്ട് അത് പറയുന്ന ഭാഗത്താണ് വരുന്നത്. അതല്ല ഇവിടെ ചെയ്യുന്നത്, അതല്ല സംഭവിക്കുന്നത്. നമ്മൾ ഇമേജസ് എടുത്തിട്ടല്ല, നമ്മൾ എങ്ങനെയാണ് നമുക്ക് ഒരുമിച്ചിരുന്ന് ഇങ്ങനെ അനലൈസ് ചെയ്യാൻ. ഗ്രന്ഥങ്ങളിൽ നിന്നോ അറിവിൽ നിന്നോ
വായിച്ചിട്ടും ആ ബുക്കിൽ നിന്നുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്. എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച കാര്യങ്ങളിൽ നിന്ന് ഞാൻ വിലയിരുത്തിയ സത്യങ്ങളാണ് ഞാൻ പറയുന്നത്. എൻ്റെ സുഹൃത്തെ, ഞാനെന്ന് പറഞ്ഞ അവസ്ഥ ഇവിടെ എടുക്കുന്നില്ല. നമ്മൾ അതല്ല പറയുന്നത്. നമ്മളിവിടെ അഫ്സലിനെ അല്ല കൺസിഡർ ചെയ്യുന്നത്, സെബാസ്റ്റിനെ അല്ല കൺസിഡർ ചെയ്യുന്നത്. നിങ്ങൾ ദയവീത് ഇതൊന്നും മനസ്സിലാക്കും സുഹൃത്തെ. നമ്മുടെ മൈൻഡിൽ വരുന്ന വാക്ക് സുഹൃത്തെ, ഇനി ഞാൻ നിങ്ങളെ ഓഡിയൻസിലോട്ട് ഞാൻ മാറ്റും. മനസ്സിലായോ? ഇനി ഞാൻ ഓഡിയൻസിലോട്ട് മാറ്റാതിരിക്കാൻ നിവൃത്തിയില്ല. ഞാനെന്റെ ബോധത്തിൽ നിന്നാണ്. സുഹൃത്തെ, ഇനി നിങ്ങൾ ഓഡിയൻസിലോട്ട് മാറ്റും. നിങ്ങൾ മിണ്ടാതിരുന്നില്ലെങ്കിൽ ഓഡിയൻസിലോട്ട് മാറ്റും. മനസ്സിലായി? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ, മനസ്സിലായി, ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കും. മനസ്സിലായോ? അപ്പം നമ്മൾ ഓക്കെ, നിങ്ങളെ ഞാൻ ഓഡിയൻസിലോട്ട് മാറ്റുമെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്നെ ഓഡിയൻസിലോട്ട് മാറ്റി. കൊള്ളാം, കുഴപ്പമില്ല. എന്നിട്ട് നിങ്ങൾ റൂം കണ്ടക്ട് ചെയ്യും, ഞാൻ താഴെ ഇടുന്നുള്ളൂ. മനസ്സിലായോ? നിങ്ങൾക്ക് ഞാൻ പച്ചവത്ത് ഇനിയും തരും. മനസ്സിലായോ? നിങ്ങൾക്ക് റൂം എൻഡ് ചെയ്യാം, എന്നെ മാറ്റാൻ റൂമിൽ നിന്നും റിമൂവ് ചെയ്യാം. മനസ്സിലായോ? അതും ചെയ്യാം, നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. മനസ്സിലായോ? കാരണം നമ്മളിവിടെ എന്താണ് കൈകാര്യം ചെയ്യുന്നതെന്ന് നിങ്ങൾ ഇത്രയും പേരവിടെ മിണ്ടാതിരിപ്പുണ്ട്. ഇവിടെ ഇതാണ് ഈ ഞാനും നമ്മളും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കാത്തതുകൊണ്ട് പറ്റുന്നത്. അതിൻ്റെ റിയൽ എക്സാമ്പിളാണ് ഇപ്പം നടന്നത്. മനസ്സിലായി? അതിൻ്റെ റിയൽ എക്സാമ്പിളാണ് ഇപ്പോൾ നടന്നത്. അവിടെ പുള്ളിക്കാരൻ ഫ്രസ്ട്രേറ്റഡായി. ഉടനെ പുള്ളി എന്നെ റിമൂവ് ചെയ്ത്. മനസ്സിലായോ? അല്ലെങ്കിൽ വേറെ ആരും റിമൂവ് ചെയ്ത് ആയിക്കോട്ടെ. നമ്മൾ പുള്ളിയാണെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നു. പുള്ളിക്ക് എല്ലാവർക്കും പച്ചകുത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ പച്ചകുത്ത് ഇല്ലാത്തവരാരും മുകളിലില്ല. മനസ്സിലായി? കാരണം എല്ലാവരും ഈക്വലി കേപ്പബിളാണ്. പക്ഷെ ആ ഭാഗം എങ്ങനെയാണ് നമ്മുടെ കപ്പാസിറ്റി എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ നോക്കുന്നതാണ്. എങ്ങനെ നമ്മൾക്ക് റിച്ചായിട്ട് ഇരിക്കാൻ പറ്റും, അതാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളും ഞാനെന്ന് പറയുന്ന ഇപ്പോൾ ശരത്തിലൊരു ഞാനുണ്ട്. അത് ശരത്തിനെ അറിയത്തുള്ളൂ. ആ ഞാനിലുള്ള കോംപ്ലിക്കേഷൻ ശരത്തിന് ഡിഫൈൻ ചെയ്യണം. അപ്പം നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുമ്പോൾ ഓരോ വ്യക്തിയിലുള്ള ഞാൻ അവിടെ അവരവർ സ്റ്റേബിളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതാണ് അവിടെ കിട്ടുന്നത്. അത് നാച്ചുറലി കിട്ടിക്കോളും. അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതങ്ങനെയാണ്. ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക. എന്താണ്? ഞാനും നമ്മളും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കാതെ പോകുന്നു. അതാണ് ഒരു വ്യക്തിയുടെ കൺഫ്യൂഷൻ. നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാകണില്ല. ഞാൻ മാത്രം അനുഭവിച്ച കാര്യം നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. അത് ആർക്കും മനസ്സിലാകത്തില്ല. അപ്പം നമ്മളെന്ന് പറയുന്നത് ഓക്കെ, എങ്ങനെയാണ് രൂപം കൊണ്ടത്? ആ നമ്മളെന്ന് പറഞ്ഞ വ്യവസ്ഥ എടുക്കണം. അപ്പോഴാണ് നമുക്ക് ശരിക്കുമുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളെന്ന് പറഞ്ഞ ഭാഗത്ത് ഇരിക്കുമ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ ചതി വരുന്നത്. എവിടെയാണ്? ഈ നമ്മളെന്ന് പറഞ്ഞ ഭാഗം ഉണ്ടാക്കും. എന്നിട്ട് എൻ്റെ ഉള്ളിൽ ഞാനെന്ന് പറഞ്ഞ ഒരവസ്ഥ, ശ്രദ്ധിക്കണേ, ഞാനെന്ന് പറഞ്ഞ ഒരവസ്ഥയിൽ ചില കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്ന് പറഞ്ഞ ഭാഗത്ത് വരും. ഇതാണ് ചതി. ഇതിനാണ് ചതി എന്ന് പറയുന്നത്. എനിക്കറിയാം ഞാനെന്ന് പറഞ്ഞ അവസ്ഥ മാനിപ്പുലേറ്റ് ചെയ്ത് മറ്റൊരാളെ എൻ്റെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇത് ഭയങ്കര വലിയ ചതിയാണ്. എൻ്റെ ഉള്ളിലിരിപ്പുണ്ട് ഒരാഗ്രഹം, പറയത്തില്ല. മനസ്സിലായി? എന്നിട്ട് നമ്മളെന്ന് പറഞ്ഞൊരു ഭാഗം സത്യസന്ധമായിട്ട് സ്റ്റാർട്ട് ചെയ്യും. പക്ഷെ ഉള്ളിലെന്താണ് ഇരിക്കുന്നത്? ഉള്ളിൽ എൻ്റെ ഒരു ആഗ്രഹം സാധിക്കണം. മനസ്സിലായ? ഇത് പറയത്തില്ല. മനസ്സിലായ? ഇത് പറയാതെ വെച്ചിട്ട് നമ്മളെന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉപയോഗിച്ച് ഇത് സാധിച്ചെടുക്കും. ഇത് വൻ ചതിയാണ്. മനസ്സിലായ? ഇത് മുന്നോട്ട് പോകത്തില്ല. ഇത് നിലനിൽക്കത്തില്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ കുറേ ആഗ്രഹങ്ങളുണ്ട്, ഞാനായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. എന്നിട്ട് നമ്മളെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടാക്കും.
ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും. മനസ്സിലായി? എൻ്റെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി മറ്റുള്ളവർ അവരെ സ്വാധീനിക്കാൻ എനിക്കൊരു കഴിവുണ്ട്. അവരുടെ ബലഹീനതയിൽ ഞാൻ ചില സപ്പോർട്ട് കൊടുത്തു. ആരാണ് ചെയ്യുന്നത്? ഞാൻ. മനസ്സിലായി? എന്നിട്ട് നമ്മളെന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഈ ഗ്രൂപ്പ് വെച്ച് വേറെ ചില കാര്യങ്ങൾ ഞാൻ സ്വകാര്യമായിട്ട് സാധിക്കുകയും. ഇതാണ് ചതി. ഇവിടെയാണ് നമ്മൾ സംഘടനകൾ ഉണ്ടാകാനുള്ള കാരണം ഇതാണ്. ഇതിൽ നിന്നാണ് സംഘടനകൾ ഉണ്ടാകുന്നത്. ഞാനെന്ന് പറഞ്ഞ അവസ്ഥയെ പെർഫെക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. മനസ്സിലായ? ഞാൻ എന്താണെന്നും ഞാൻ എന്തിനാണെന്നും അത് മറ്റുള്ളവരെ ചതിക്കാനും എന്തോ ഒന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് തന്നെയാണ് 1000 വട്ടം പറയുന്നത്. ഒന്ന് തന്നെയാണ് 1000 വട്ടം പറയുന്നത് സുഹൃത്തെ. ഇത് ഒന്ന് തന്നെയാണ് 1000 വട്ടം പറയുന്നത്. എപ്പോഴാണ് അതിന് തെളിച്ചമുണ്ടാകുന്നത്? അപ്പോഴേ കാര്യമുള്ളൂ. ഈ ഒന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒന്നിലോട്ട് നിങ്ങൾ ഒരിക്കലും കണക്റ്റായിട്ടില്ല. നിങ്ങൾക്ക് അതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഒന്നെന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഈ ഒന്ന് തന്നെ പിന്നെയും പറയുന്നെന്ന് പറയുമ്പോൾ ആ ഒന്ന് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഒന്ന് എന്താണെന്ന് മനസ്സിലാക്കിയാൽ പിന്നെ അത് പറയത്തില്ല. കാരണം അത് പറയുക എന്നുള്ളതല്ല, നിങ്ങൾ ഒന്നായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ആവശ്യം. ഏതൊരു വ്യക്തിയുടെയും ആവശ്യം ഒന്നായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അത് നടക്കുന്നില്ലെങ്കിൽ പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭാവം ഒന്നായിട്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു വ്യക്തി ഒന്നായിട്ടിരിക്കുന്ന അവസ്ഥ, ആ ഞാനെന്ന് പറഞ്ഞൊരു ഭാഗത്തെ എങ്ങനെയോ ആക്സിഡൻ്റലായിട്ട് കണ്ടുപോയി. അപ്പോഴാണ് ഈ നമ്മളെന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ മാനിപ്പുലേഷൻസ് നടക്കുന്നത്. ചതിയും വഞ്ചനയും വരുന്ന അവിടെയാണ്. നമുക്ക് ദേഷ്യം, സങ്കടം, അസഹിഷ്ണുത ഇതെല്ലാം വരുന്നത് ഞാനുണ്ട്. പക്ഷേ എൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവർ നടപ്പിലാക്കി തരുന്നില്ല. ഞാനുണ്ട്. എൻ്റെ ഇൻഡിവിജ്വാലിറ്റി, എൻ്റെ ഇൻഡിവിജ്വൽ റിക്വയർമെൻറ്റ് എന്തോ കേട്ടില്ല. തെളിച്ച് പറയൂ സുഹൃത്തെ, ശബ്ദം തെളിച്ച് പറയൂ. അഫ്സലല്ല താഴട്ടത്, ഞാനല്ല താങ്കളെ താഴട്ടത്. ആരാണത് ചോദിക്കാതെ? ആരാണ് എന്നെ താഴെയിട്ടത്? ആരായിരുന്നു നേരത്തെ? ആരോണാണോ? അല്ല, ആരാ താഴെയിട്ടത്? ആരാന്നേരം ഇതിനകത്ത് ആരാ താഴെയിട്ടത്? അഫ്സലല്ല താഴെയിട്ടെന്ന് പറയുന്നു. ഓക്കെ അപ്പം അഫ്സലല്ലെന്ന് പറയുന്നു. ഓക്കെ, ഫൈൻ. അവിടെ കൊണ്ട് ആ ഭാഗം കഴിഞ്ഞ് നമുക്ക് അതിന് അപ്പുറത്തോട്ടില്ല. ആര് താഴെയിട്ടെങ്കിലും താഴെയിട്ട ആൾക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ഞാനെന്ന് പറയുന്ന പ്രവൃത്തി, ഞാനായിട്ട് ചെയ്യുന്ന പ്രവൃത്തിയെ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. എന്നുവെച്ചാൽ ഗ്രൂപ്പിൽ വന്നിട്ട് ആ നമ്മളെന്ന് പറയുന്ന സിറ്റുവേഷനിൽ ഞാൻ ഇടപെട്ടു. നോക്കണം, ഞാനെന്ന് പറയുന്നത് എനിക്ക് മാത്രം വേണ്ട കാര്യമാണ്. അത് സ്വകാര്യമായിട്ട് മാത്രം നിൽക്കേണ്ടതാണ്. അതൊരിക്കലും മറ്റൊരാളിലോട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. അതാണ് ചതി എന്ന് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞ ചതിയുടെ പ്രാക്ടിക്കലാണ് നടന്നത്. അതെ, ചതിയുടെ പ്രാക്ടിക്കലാണ് നടന്നത്. എന്നുവെച്ചാൽ ഞാനെന്ന് പറയുന്നത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. അതൊരിക്കലും മറ്റൊരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പാടില്ല. നമ്മളെന്ന് പറയുന്ന സ്റ്റേറ്റ് അതും വളരെ ക്ലിയറാണ്. നമ്മളെന്ന് പറയുന്നത് വളരെ ക്ലിയർ ആയിരിക്കണം. ഇനിയിപ്പോൾ അത് ചെയ്ത ആൾ ഒരു കോൺഫിഡൻസ് വെച്ച് അവിടെ നിന്നിട്ട് കാര്യമില്ല. ഓൾറെഡി ബോഡിയിൽ ഒരു ഗ്ലിച്ച് വന്നല്ല. അവിടെ ഞാനെന്ന് പറയുന്ന ഇവിടെയാണ് ഞാനെന്ന് പറയുന്നതിൽ വൈറസും ബാക്ടീരിയയും രോഗവും ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ രോഗിയാകത്തില്ല. നമ്മൾ അനുവദിച്ചാൽ മാത്രമേ നമുക്ക് രോഗം വരത്തുള്ളൂ.
കാരണം ഞാൻ എൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഉപയോഗിച്ചു. അവിടെയാണ് ട്രാപ്ഡാണ്. ഈ ഞാനും നമ്മളും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇതിനെ പറ്റിയാണ് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അതെ, ആ അനുഭവത്തിൽ തുടരാൻ സാധിക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന്. അതെ. ഞാനെന്ന് പറയുന്നത് എനിക്ക് മാത്രം അറിയാവുന്നതാണ്. അത് എൻ്റെ വളരെ സ്വകാര്യമാണ്. അത് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെന്ന് പറയുന്ന ഭാഗം അത് ഷെയർ ചെയ്യുക. അപ്പോഴാണ് നമ്മൾ റിച്ച് ആകുന്നത്. അപ്പം ഞാനെന്ന് പറയുന്ന അവസ്ഥ തനിയെ റിച്ചായിക്കോളും. അതെ, അതവിടെ സംഭവിച്ചുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഒരിക്കലും നമ്മളൊന്നും ചെയ്യരുത്. നമ്മളെന്ന് പറഞ്ഞ രണ്ടു കൂട്ടരും ഒരു ആ സ്പേസ്, ശൂന്യത. എൻ്റെ ശൂന്യത എനിക്ക് ആരോട് ഷെയർ ചെയ്യാൻ പറ്റും? എൻ്റെ ശൂന്യത എനിക്ക് ആരോട് ഷെയർ ചെയ്യാൻ പറ്റും? അത് ശൂന്യതയല്ലേ. ഞാൻ കാണുന്ന ശൂന്യത അത് ആരോട് ഷെയർ ചെയ്യാൻ പറ്റും? അത് ആരോടും ഷെയർ ചെയ്യാൻ പറ്റും. ഈ ഞാൻ എന്ന് പറയുന്ന അവസ്ഥ എന്തുകൊണ്ടാണ് എല്ലാവരും സഫർ ചെയ്യുന്നത്? നമ്മളെന്ന് പറഞ്ഞ വ്യവസ്ഥ എടുത്ത് വെച്ചിട്ട് ഞാനെന്ന് വിളിക്കുകയാണ്. അത് എനിക്കൊരു കാറുണ്ട്. പക്ഷേ എൻ്റെ കാറെന്ന് പറഞ്ഞാൽ നമ്മളുടെ കാറാണ്. മനസ്സിലേ? അത് ഇവിടെ ഉള്ളതാണ്. ഇവിടെ ഉള്ളതെടുത്തിട്ട് ഞാൻ എൻ്റേതാണെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? അത് നമ്മുടേതാണ്. അത് ഒരിക്കലും എൻ്റേതാകത്തില്ല. അത് എന്നും നമ്മളുടേതാണ്. മനസ്സിലായോ? അത് എന്നും നമ്മളുടേതാണ്. അതല്ലാണ്ട് ഇത് എൻ്റേതാകത്തില്ല. എൻ്റേതെന്ന് പറയുന്നത് പരിപൂർണമായിട്ട് എന്നുവെച്ചാൽ മറ്റുള്ള സൃഷ്ടിക്കപ്പെട്ട യാതൊരു വ്യവസ്ഥയുമായിട്ട് കണക്റ്റഡ് അല്ല. ഞാനെന്ന് പറയുന്നത് മറ്റുള്ള യാതൊരു സൃഷ്ടിക്കപ്പെട്ട വ്യവസ്ഥയുമായിട്ട് കണക്റ്റഡ് അല്ല. ഞാനെന്ന് പറയുന്നത് പരിപൂർണമായിട്ട് രഹസ്യമാണ്, ശൂന്യതയാണ്. മറ്റേതെല്ലാം ഇവിടെ ഉള്ളതല്ലേ. അതെങ്ങനെയാണ് ഞാനാകുന്നത്? എങ്ങനെയാണ്? ഒരിക്കലും ഞാനാകത്തില്ല. ആ ഭാഗം പ്രോപ്പറായിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് നമ്മളെന്ന് പറയുന്ന അവസ്ഥയിലുള്ള ഭാഗങ്ങളെ എൻ്റേതാണെന്ന് പറയുന്നതും ഒരു അഹങ്കാരം ജനിക്കുന്നത്. തീർച്ചയായും ഞാനും നമ്മളും തമ്മിലുള്ള അന്തരം കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുന്നത്, രോഗമെല്ലാം ഉണ്ടാകുന്നത്. അപ്പോഴാണ് ഒരു വ്യക്തി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ സഫർ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, വളരെ സിമ്പിളാണ്. ഈ ഒരു ഭാഗം അനലൈസ് ചെയ്തെടുത്താൽ എല്ലാ മനുഷ്യർക്കും സ്വതന്ത്രമായിട്ട് സന്തോഷത്തിൽ ജീവിക്കാം. ആരും കഷ്ടപ്പെടത്തില്ല, ആരും കഷ്ടപ്പെടത്തില്ല, ആർക്കും കഷ്ടപ്പാടില്ല. കാരണം ഇത് റിയൽ പവറാണ്. മനസ്സിലായി? ഇത് റിയൽ പവറാണ്. റിയൽ പവർ ഒരിക്കലും മാനിപ്പുലേറ്റ് ചെയ്യേണ്ടി വരത്തില്ല. ഒരിക്കലും മാനിപ്പുലേറ്റ് ചെയ്യേണ്ടി വരത്തില്ല. അത് എന്നും സ്റ്റേബിളായിട്ട് നിൽക്കും. അത് യാതൊരു സംശയമില്ല. നമ്മളെന്ന് പറയുന്ന അവസ്ഥയിൽ ഉള്ള ഭാഗങ്ങളെ എൻ്റേതെന്ന് പറയുന്നത് കൊണ്ടാണ് സഫറിങ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും അത് എൻ്റേത് മാത്രം. മനസ്സിലായി? നമ്മൾ ഒരുമിച്ചിട്ടാണ്. ഇപ്പം ഞാൻ ബിസിനസ് ചെയ്യുന്നു. ഞാൻ ഒറ്റയ്ക്ക് ബിസിനസ് ചെയ്താൽ എൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഉപയോഗിച്ച് എൻ്റെ ബിസിനസ് ഇത്രമേ ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒറ്റയ്ക്ക് നിന്ന് എനിക്ക് ചെയ്യാവുന്ന, ഇപ്പം ഞാൻ കപ്പലിൻ്റെ കച്ചവടം ചെയ്യുന്നു. ഞാൻ പോയി കടയിൽ പോയി കപ്പലിൻ്റെ മേടിച്ചുകൊണ്ട് വന്ന് ഒരു സ്ഥലത്തിരുന്ന് കപ്പലിൻ്റെ പുറത്ത് വിൽക്കുന്നു. ഓക്കെ, ഞാൻ ഒറ്റയ്ക്ക് ചെയ്താൽ എനിക്ക് ഇത്രയും കപ്പലിൻ്റെ വിൽക്കാൻ പറ്റത്തുള്ളൂ. ഈ കപ്പലിൻ്റെ ഞാൻ എന്നും വാങ്ങുന്ന 10 കിലോ കപ്പലിൻ്റെയാണ്. 10 കിലോ കപ്പലിൻ്റെയാണ് എനിക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വിറ്റ് തീർക്കാൻ പറ്റുന്നത്. 15 കിലോ കപ്പലിൻ്റെ മേടിച്ചിട്ട് കാര്യമില്ല. കാരണം 10 കിലോ കപ്പലിൻ്റെ എനിക്ക് എടുത്ത് വറുത്ത് പൊതിഞ്ഞ് കൊടുത്ത് ഫുൾ ടൈം വൈകുന്നേരം വരെ ഞാൻ ആക്റ്റീവാണ്. ഒരു സമയവും ഞാൻ ഐഡിയലായിട്ട് ഇരിക്കുന്നില്ല. അപ്പോൾ 10 കിലോ കപ്പലിൻ്റെ വാങ്ങിയാൽ മതി. 10 കിലോ വാങ്ങേണ്ട ആവശ്യമില്ല. കാരണം ഒരു കാരണവശാലും 1/2 കിലോ കപ്പലിൻ്റെ എനിക്ക് വിൽക്കാൻ പറ്റത്തില്ല. അതിനുള്ള സമയം എനിക്കില്ല. വൈകുന്നേരം ആകുമ്പോൾ ഞാൻ ടയർഡാവും. അപ്പോൾ എൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 10 കിലോ കപ്പലിൻ്റെ മാർക്കറ്റ് ചെയ്യാനാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്? എൻ്റെ കയ്യിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ട്. എൻ്റെ കയ്യിൽ മാർക്കറ്റിങ്ങിനുള്ള കുറേ ടെക്നോളജീസും എല്ലാം ഉണ്ട്. ഇത് വെച്ച് ഞാൻ മറ്റൊരാളെ കൂടി കൂട്ടുന്നു. എന്നിട്ട് ഇയാൾക്ക് എന്താ ഇല്ലാത്തത്? എന്താണ്? ഇയാൾക്ക് ഈ സോഫ്റ്റ്വെയർ ഇല്ല, ഇതിനുള്ള ടെക്നോളജീസ് ഒന്നുമില്ല. പക്ഷെ ഇയാളുടെ മാൻ പവർ ഉപയോഗിച്ച് ഞാനൊരു ഒരു ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നു.
എൻ്റെയാണ് പ്രാപ്തി എൻ്റെതാണ്. മറ്റൊരാൾ ഉപയോഗിച്ച് ഇയാൾക്ക് 10 കിലോ കപ്പലിൻ്റെയും വാങ്ങിക്കൊടുക്കുന്നു, ടെക്നോളജി ഇതെല്ലാം പറഞ്ഞ് ഇയാൾ അവിടെ ഇരുത്തുന്നു. ഞാൻ മനസ്സിലായി. അപ്പോഴും എന്താണ്, എൻ്റെയാണ് കപ്പാസിറ്റി. എന്നിട്ട് ഇയാളോട് 10 കിലോ കപ്പലിൻ്റെ വിറ്റിട്ട് ഇതിൻ്റെ ഒരു ചെറിയൊരു പേഴ്സൻറ്റേജ് ഞാൻ കൊടുക്കുന്നു. ഇവിടെയാണ് പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യണത്? എന്തിനാണ്? കാരണം എനിക്ക് ജീവിക്കാനുള്ളത് ഈ 10 കിലോ വിറ്റപ്പോൾ കിട്ടി. എന്തോ ഞാനെന്ന് പറഞ്ഞത് ഒന്നുമല്ല, സ്പേസാണ്, 0 സ്പേസാണ്. ഞാനെന്ന് പറയുന്നത് 0 സ്പേസാണ്. എന്തോ കേട്ടില്ല? അല്ലാണ്ട് പിന്നെ ഒന്നുമില്ല. നമ്മൾ അവനവൻ്റെ ചിന്താഗതി, അവനവൻ്റെ അനുഭവം മാത്രമേ ഷെയർ ചെയ്യുന്നുള്ളൂ. അല്ലാണ്ട് വേറെ ഒന്നുമല്ല. എൻ്റെ തെളിച്ചമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ 10 കിലോ കപ്പലിൻ്റെ വിൽക്കുന്നതാണ് എൻ്റെ കപ്പാസിറ്റി. അത് മതി. എന്തിനാണ് ഞാൻ മറ്റൊരാളെ കൊണ്ടുവന്ന് അങ്ങനെ ഇൻസ്റ്റോൾ ചെയ്ത് അതിനകത്തുനിന്ന് റവന്യൂ എടുക്കുന്നത്? അതിനകത്തുനിന്ന് റവന്യൂ എടുക്കുമ്പോൾ അവിടെ എനിക്കെന്ത് സംഭവിക്കും? ഞാൻ വേറെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പ്രേരണ വരികയും, ഞാൻ എവിടെയാണ് ടയേർഡായത് അവിടം വരെ ഉള്ള എൻ്റെ ആ റവന്യൂവിൻ്റെ സ്കോപ്പ്. അപ്പോൾ എനിക്കവിടെ അത് ഈ റവന്യൂ എനിക്ക് പെർഫെക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? എന്തോ കേട്ടില്ല? അതെൻ്റെ ബോഡിയുടെ കപ്പാസിറ്റി അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ടയേർഡായത്. അപ്പം നമ്മൾ ആ ഞാനെന്ന് പറയുന്ന അവസ്ഥയുടെ റിക്വയർമെൻറ്റ് ഇത്രയേ ഉള്ളൂ. ആ ടയേർഡ്നെസ് എന്ന് പറയുന്നതിനകത്ത് ആണ് ഞാൻ നിൽക്കേണ്ടത്. പക്ഷേ ഇതും താണ്ടിയിട്ട് മറ്റുള്ളവരെ കൊണ്ട് ചില പ്രവൃത്തി ചെയ്യിപ്പിച്ചിട്ട് കിട്ടുന്ന റവന്യൂ എനിക്ക് പ്രോപ്പറായിട്ട് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് എന്നും ഇംപ്രോപ്പറായിരിക്കും. അപ്പോഴാണ് നമുക്ക് വേണ്ടാത്ത ഇല്യൂഷനും ഹാലൂസിനേഷനും ഡ്രീംസും എല്ലാം വരുന്നത്. നമ്മളുടെ കപ്പാസിറ്റിയിൽ നിന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ അത് പ്രോപ്പറായിട്ട് റെസ്പെക്റ്റ്ഫുള്ളായിരിക്കും. അതിനകത്ത് ഒരു കാരണവശാലും ഡിസ്റെസ്പെക്റ്റ് ഉണ്ടാകത്തില്ല. അത് വളരെ മാന്യമായിട്ടായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. അതാണ് ജീവിതത്തിൻ്റെ ശരിക്കുമുള്ള സവിശേഷത. ആർക്കും ഒരാളോട് അനാവശ്യമായിട്ട് മോശമായിട്ട് സംസാരിക്കേണ്ടി വരത്തില്ല. കാരണം ഞാൻ മോശമായി കഴിഞ്ഞാൽ എനിക്ക് തന്നെയില്ല നാശം. ഞാൻ മോശമായാലും എനിക്കാണ് നാശം. അത് കൃത്യമായിട്ടറിയാം. വായനാ ലോകത്ത് ബാർബർ ഷാപ്പില്ലേ, ബാർബർ അങ്ങോട്ട് വിടണം. അപ്പം നമ്മൾ അവനവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവന് അവിടെ ഇൻട്രാക്ഷൻ പ്രോപ്പറായിട്ട് പോസിബിൾ ആകത്തുള്ളൂ. സ്വന്തം ജീവിതത്തിലെ സവിശേഷതകൾ ശ്രദ്ധിക്കുന്നവർക്ക് മാത്രമേ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ സ്വന്തം ജീവിതം എന്നെ ചലിപ്പിക്കുന്നത് എന്താണ്? അപ്പോൾ എന്നെ ചലിപ്പിക്കുന്നത് പരിശോധിക്കുന്നതാണ് ഞാൻ എന്ന് പറയുന്ന ഉത്തരവാദിത്വം. അവിടെയാണ് നമുക്ക് മെച്യൂരിറ്റി കിട്ടേണ്ടത്. അവിടെയാണ് മെച്യൂരിറ്റി. ഇത് എന്നെ ചലിപ്പിക്കുന്ന ഭാഗവും മറ്റേത് നമ്മൾ ചലിക്കുന്ന ഭാഗം. രണ്ടും തമ്മിൽ അന്തരം കൃത്യമായിരിക്കണം. അല്ലെങ്കിൽ എന്ത് പറ്റും? അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടാകും. ഈ വിശ്വാസം എന്ന് പറയുന്ന ഭാഗം വരുന്നത് എന്തുകൊണ്ടാണ്? ഞാനും നമ്മളും തമ്മിലുള്ള അന്തരം കൃത്യമായിട്ട് ക്രമീകരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് വിശ്വാസിയായിട്ട് മാറുന്നത്. അങ്ങനെയാണ് ഈ മതങ്ങളും എല്ലാം ഉണ്ടായിരിക്കുന്നത്. വിശ്വാസം ഉണ്ടാകുന്നത് ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നു എന്ന് കൃത്യമായിട്ട് അതുകൊണ്ടാണ് വിശ്വാസം ഉണ്ടാകുന്നത്.
സംശയത്തിൽ നിന്നാണ് വിശ്വാസിയാവുന്നത്. സംശയത്തിന് വിശ്വാസിയാവാം. അതെ. അതല്ല, വെറുതെ ഒരു വിശ്വാസിയാവാം. ഇല്ല, വെറുതെ എന്നല്ല, വെറുതെ എന്ന് പറയണതല്ല, പെർഫെക്റ്റ് ക്ലാരിറ്റി ഇല്ല. അത് പ്രോപ്പറായിട്ട് പ്രോസസ്സ് എന്താണ് സംഭവിക്കുന്നതെന്ന് ഡൗട്ട്, കൺഫ്യൂഷനിൽ നിന്നാണ് വിശ്വാസിയാകുന്നത്. പ്രാക്ടിക്കൽ പ്രോസസ്സിൽ നിന്ന് ഒരിക്കലും വിശ്വാസിയാകത്തില്ല. അല്ല, നമ്മൾ ശാസ്ത്രജ്ഞന്മാരെ പറ്റി അല്ല പറയുന്ന സുഹൃത്തെ. നമ്മളിവിടെ സംസാരിക്കുന്നത് നമ്മൾക്ക് പരസ്പരം സംസാരിക്കാനുള്ള അവസരം. ശാസ്ത്രജ്ഞന്മാരെ പറ്റി നമ്മളിവിടെ പറയുന്നില്ല. നമ്മൾക്ക് സംസാരിക്കാനുള്ള സാധ്യതയും ശേഷിയെ പറ്റിയാണ് നമ്മളിപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പം അവിടെ ഈ പറഞ്ഞ വിശ്വാസത്തിലൂടെ ഒരു വ്യക്തി പോകുന്നതിൻ്റെ കാരണം ആ വ്യക്തിക്ക് ഞാനും നമ്മളും തമ്മിലുള്ള അന്തരം പെർഫെക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇല്യൂഷൻസ് ഉണ്ടാകും. അപ്പോൾ പ്രാക്ടിക്കലി ലൈഫ് മുന്നോട്ട് പോകുന്ന ഭാഗം ഉണ്ടാകത്തില്ല. അതാണ് ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ട്രാജഡി. അതാണ് ഏറ്റവും വലിയ ട്രാജഡി. സുഹൃത്തെ നിങ്ങളുടെ അംഗീകാരത്തിൻ്റെ ഭാഗമല്ല ഇവിടെ നമ്മൾ നോക്കുന്നത്. നമ്മളിവിടെ ഒരുമിച്ചിരുന്ന് എങ്ങനെ നമുക്ക് നമ്മളെ റീഡിഫൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഭാഗത്താണ്. അല്ലെങ്കിൽ ഇവിടെ ആരുടെയും ജഡ്ജ്മെൻറ്റിലോ ആരുടെയും കൺഫർമേഷനോ ഒന്നും ഇവിടെ എടുക്കുന്നില്ല. ഇവിടെ ഓരോ വ്യക്തിക്കും അവരവരുടേതായിട്ടുള്ള തനതായിട്ടുള്ള റിഫൈൻമെൻറ്റ് എങ്ങനെ കണ്ടെത്തി കൊണ്ടുപോകാൻ പറ്റും അതേ ഇവിടെ നോക്കുന്നുള്ളൂ. ഇവിടെ ആരുടെയും സർട്ടിഫിക്കറ്റ് ഇവിടെ ആവശ്യപ്പെടുന്നില്ല. അല്ല, നിങ്ങൾ ആയല്ലോ, ഇതൊന്നും ഇവിടെ എടുക്കുന്നില്ല സുഹൃത്തെ. ഇവിടെ നമ്മൾ സംസാരിക്കുന്ന ഓരോ വ്യക്തിക്കും എന്ത് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഈ ഭാഗത്ത്. അതിൻ്റെ ഇവിടെ ആർക്കും സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. നിങ്ങളുടെ ജഡ്ജ്മെൻ്റ് ഇവിടെ എടുക്കുന്നില്ല. നിങ്ങൾ സമ്മതിക്കുകയോ സമ്മതിക്കാതിരിക്കുകയോ അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ റൈറ്റ്, അതവിടെ ഇരുന്നോട്ടെ. പക്ഷെ നമ്മളിവിടെ ഷെയർ ചെയ്യുന്നത് ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ കപ്പാസിറ്റി, ഓരോരുത്തരും എങ്ങനെ റേസ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നു, ആ ഭാഗം മാത്രമേ ഉള്ളൂ.